ശ്രീ ഷാബു പ്രസാദ് കൂടി വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഷാബു പ്രസാദ്, നമ്മൾ ഈ BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഫൈനൽ ലിസ്റ്റൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, പാലക്കാട്ട് കൃഷ്ണകുമാർ, പത്തനംതിട്ടയിൽ PC ജോർജ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ഒപ്പം ആറ്റിങ്ങലിൽ മുരളീധരൻ. നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് ഒരുപക്ഷെ 10 മണ്ഡലങ്ങളിലെങ്കിലും പ്രഖ്യാപനമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഈ PC ജോർജ് പറയുകയായിരുന്നു പത്തനംതിട്ടയിൽ തനിക്ക് വലിയ സാധ്യതയുണ്ട്. കാരണം ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ്, തൻ്റെ മണ്ഡലമായ പൂഞ്ഞാറും അവിടെയുണ്ട്, ഓരോ മണ്ഡലങ്ങളുടെ കണക്കനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ PCയുടെ ഒരു സാധ്യത എങ്ങനെ വിലയിരുത്താം? ഒപ്പം തിരുവനന്തപുരത്ത് ശോഭനയുടെ പേര് കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്, നടി. അങ്ങനെ പൊതുവെ ഒരു സർപ്രൈസ് ലിസ്റ്റ് പ്രതീക്ഷിക്കണോ BJPയുടെ ഭാഗത്ത് നിന്ന്? സർപ്രൈസ് ലിസ്റ്റ് അതിനെപ്പറ്റി എനിക്ക് ഇപ്പോൾ അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ BJPക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 2 MP-മാരെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. പത്തനംതിട്ടയുടെ ഒരു സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അത് വളരെ ക്രിസ്ത്യൻ പോപ്പുലേഷന് വളരെ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പിന്നെ ഈ പറഞ്ഞ ശബരിമല ഇരിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ധാരാളം ഫാക്ടറികൾ അവിടെ പത്തനംതിട്ട മണ്ഡലത്തിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി BJPയുടെ സാധ്യതകള് ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തവണ LDFന്റെ ആ കാൻഡിഡേറ്റ് ലിസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ മതി. എല്ലാവരും അതിശക്തരായ കാൻഡിഡേറ്റ്സ് ആണ്. എല്ലാവരും വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. അതായത് LDF ഒരു ചാൻസ് പോലും എടുക്കാൻ തയ്യാറല്ല. അവരുടെ ഒരു വോട്ട് പോലും പോകരുത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിലായി LDF 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്താണ് LDF. അവിടെ അവർ പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള ഒരു നല്ല കറകളഞ്ഞ ഇമേജുള്ള ഒരു സീനിയർ നേതാവിനെയാണ് LDF അവിടെ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂര് സുനിൽകുമാറിനെ. അപ്പം അത് നൽകുന്ന ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LDF അവരുടെ ഒരു വോട്ട് പോലും അവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിൽ നടന്നതുപോലെ തിരുവനന്തപുരത്തൊക്കെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി UDFന് വോട്ട് മറിച്ചു കൊടുക്കുന്ന ആ സുകുമാരകല ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. കേരളത്തിൽ എല്ലായിടത്തും, അതായത് കേന്ദ്രത്തിൽ ഇവിടുന്ന് BJPക്ക് 1-2 MP-മാരുണ്ടാവുന്ന, ഇവിടുന്ന് ജനപ്രതിനിധികൾ ഉണ്ടാവുന്നത് കൊണ്ട് LDFന് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ UDF ഇത്തവണ LDF വോട്ട് കണ്ട് പനിക്കണ്ട. എന്റെ ഷാബുപ്രസാദ്, എന്റെ ഒരു സംശയം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ശബരിമല കത്തുകുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ പക്ഷെ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിനേക്കാളും കുറച്ചുകൂടി അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത്. അത്രത്തോളം അനുകൂലമായ ഒരു സാഹചര്യം ഇത്തവണ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? പറയാം, തീർച്ചയായിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ചോദ്യമാണത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ മടങ്ങി വരും എന്ന ഒരു പൊതുധാരണ പൊതുവെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ BJPക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും പൊതുവെ കാര്യം എന്ന് പറഞ്ഞാൽ 2004 ചിലപ്പോൾ ആവർത്തിച്ചേക്കും. അത് മാത്രമല്ല, നോട്ട് നിരോധനം കഴിഞ്ഞ് കഷ്ടിച്ച് 2-3 വർഷമേ ആയിട്ടുള്ളൂ. GST നടപ്പാക്കിയിട്ട് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു പുതിയ സിസ്റ്റം ട്രാൻസിഷൻ നടന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു ടീത്തിങ് ഇഷ്യൂസ് എല്ലാം നിലനിന്നിരുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ BJPക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പൊതുവെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ അന്നത്തേതിനെ, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോൾ കടുത്ത ശത്രുക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി തിരിച്ച് അധികാരത്തിൽ വരും. നമ്മുടെ ഇന്നലെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ BJPക്ക് ബേസ് ഉള്ള ഒരു മണ്ഡലമായ തിരുവനന്തപുരത്ത് 2 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത് പ്രധാനപ്പെട്ട സ്ഥലത്ത്.
ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, അത് തദ്ദേശ ഭരണത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ഈ ദേശീയ വിഷയങ്ങൾ ഇതൊന്നുമല്ല. ആ സ്ഥലത്തെ ലോക്കൽ വിഷയവും നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ഇമേജും ഇങ്ങനെയുള്ള ഘടകങ്ങളും മാത്രമേ അവിടെ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുക ആരാണ് എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നേ. അതിൻ്റെ അകത്തെ ഘടകങ്ങൾ വേറെയാണ്. അതിൻ്റെ അകത്ത് ദേശീയ വിഷയങ്ങളാണ്. ഇപ്പോൾ ശ്രീകുമാർ സാർ പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പൊ ശബരിമല കൊണ്ട് മാത്രമൊന്നും BJPക്ക് ജയിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേ. ശ്രീകുമാർ സാർ സാറുണ്ടോ? ശ്രീകുമാർ സാർ കേൾക്കാമോ സാർ? താങ്കളിലേക്ക് വരാം ഷാബു പ്രസാദ്. ശ്രീകുമാർ സാർ പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുകയാണ്. ഷാബു പ്രസാദ് ദയവായും തുടരണം. ശ്രീകുമാർ സാർ, ഇവിടെ നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇന്നലെ ഉണ്ടായതിൽ അവിടെ നമ്മൾ ഈ വലിയ ഭരണവിരുദ്ധ തരംഗം, പിണറായി വിജയനെതിരായ വലിയ ആക്ഷേപങ്ങൾ